Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com 4 സെമസ്റ്റർ എക്സാംസ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ റെഗുലർ സ്റ്റുഡൻസിൻ്റെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് ഒരു പേപ്പറും കൂടി ഉണ്ട്. സോ അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് ഇന്ന് ഫിനിഷ് ചെയ്തത്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് ഇതൊക്കെ ചെയ്തതാണ്. ഇന്ന് എക്സാം ഫിനിഷ് ചെയ്തു. വളരെ നല്ലൊരു പേപ്പർ തന്നെയാണ് ഉണ്ടായിരുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ പല ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. സോ ഇതാണ് നമ്മുടെ പേപ്പർ വരുന്നത്. അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പാർട്ട് എ. പാർട്ട് എയിൽ നമുക്ക് 7 ചോദ്യങ്ങൾ, പലതും നമ്മൾ പറഞ്ഞു തന്നെയാണ്. LBO ഞാൻ എന്തായാലും നോക്കാൻ പറഞ്ഞിട്ടായിരുന്നു. ദെൻ നമ്പർ 2 വാട്ട് ഈസ് ബെയർ ഹഗ്, എന്താണ്? റിപ്പീറ്റ് അല്ല, ബട്ട് വേറെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു 7 ചോദ്യങ്ങളിൽ 4 റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണെന്നുള്ളത്. വാട്ട് ഈസ് മീൻ ബൈ ബിൽ ലീസ് ട്രാൻസ്ഫർ, അതും റിപ്പീറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, ബട്ട് മറ്റ് ചോദ്യങ്ങളുണ്ട്. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഞാൻ എന്തായാലും നോക്കാൻ പറഞ്ഞൊരു ചോദ്യം. സെൽ ഓഫ് ആൻഡ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സെൽ ഓഫ് ഫ്രം സ്പിൻ ഓഫ്, ഈസി ക്വസ്റ്റ്യൻ. ക്യാപിറ്റൽ റേഷനിങ് എന്താണ്? ഈസി. ഓപ്ഷൻസ്, വാട്ട് ഈസ് ഓപ്ഷൻസ് ഡെൽറ്റ, അതും നമ്മൾ എന്താണ് റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞ മറ്റൊരു ചോദ്യമാണ്. അപ്പോൾ ഇതിൽ നിന്ന് 4 കിട്ടാൻ ഒരു പാടില്ല കേട്ടോ. അപ്പോൾ അതാണ് പാർട്ട് എ എന്ന് പറയുന്നത്. ഇനി പാർട്ട് ബിയുടെ ഡീറ്റെയിൽസിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ പ്രോബ്ലംസും തിയറിയും രണ്ടും വന്നിട്ടുണ്ട്. അതിൽ ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ 8 നമുക്ക് മെർജറിൻ്റെ ഒരു പ്രോബ്ലമാണ് വന്നിട്ടുള്ളത്. കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ എക്സ്ചേഞ്ച് റേഷ്യോ ക്വസ്റ്റ്യനിലോ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഷുഡ് ബി ദി എക്സ്ചേഞ്ച്, 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രോബ്ലം പഠിച്ച കുട്ടികൾക്ക് പ്രോബ്ലം അത് ചെയ്യാം. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 9 വരുന്നത് നമ്മൾ എന്തായാലും ലിവറേജ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 ലിവറേജും കാണാൻ വേണ്ടിയുള്ളൊരു പ്രോബ്ലം, കംഫർട്ടബിൾ. ദെൻ നെക്സ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് നോട്ട് ഓൺ ലിവറേജ് ബയോട്ട്, സെയിം ക്വസ്റ്റ്യൻ തന്നെ 3 പാർട്ടിലും വന്നിട്ടുണ്ടെന്നുള്ളതാണ്. 2 വെയിറ്റേജ്, 3 വെയിറ്റേജ്, അതുപോലെ തന്നെ 5 വെയിറ്റേജ് essay ഇട്ടു. സെയിം ക്വസ്റ്റ്യൻ, എന്താണോ അങ്ങനെ ഇട്ടിരിക്കുന്നത്. ദെൻ വാട്ട് ആർ ദി ഡിഫെൻസീവ് ടാക്ടിക്സ് അവൈലബിൾ ടു ദി ടാർഗറ്റ് കമ്പനി ടു അവോയ്ഡ് അക്യൂസിഷൻ, മറ്റൊരു തിയറി ക്വസ്റ്റ്യൻ. ദെൻ നമ്മൾ എന്തായാലും പ്രതീക്ഷിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ, കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്ങിൻ്റെ പേർപ്പസ് ആൻഡ് കൺസ്ട്രെയിൻസ്, ഞാൻ എന്തായാലും നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് വന്നിട്ടുണ്ട്. ദെൻ കൺസെപ്റ്റ് ഓഫ് ലിവറേജ് റിലീസ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അത് നമ്മൾ പ്രതീക്ഷിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ പിന്നെ വരുന്നൊരു പ്രോബ്ലമാണ് ഫേം എ കൺസിഡറിങ് എക്വയറിങ് ഫേം ബി. ദെൻ നമ്മുടെ അടുത്തതിൽ ലാസ്റ്റ് EPS അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളൊരു പ്രോബ്ലം, കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് 3 പ്രോബ്ലം 4 തിയറിയാണ് വന്നിട്ടുള്ളത്. വലിയ കുഴപ്പമൊന്നും പറയാൻ പറ്റില്ല, ഒരു മീഡിയം ടൈപ്പ് ആണ് പാർട്ട് ബി കേട്ടോ. ഇനി പാർട്ട് സിയിലോട്ട് പോകുന്ന സമയത്ത് 2 തിയറി 2 പ്രോബ്ലം. ശരിക്കും പറഞ്ഞാൽ 2 പ്രോബ്ലവും കംഫർട്ടബിൾ ആണ്, 2 തിയറിയും കംഫർട്ടബിൾ ആണ്. ബട്ട് 2 തിയറി എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള തിയറിയായി. പ്രോബ്ലം നമ്മൾ ബയോ റിലീസ് പറഞ്ഞു, അതുപോലെ തന്നെ മർജറിലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ 2 പ്രോബ്ലം വന്നിട്ടുണ്ട്. ദെൻ ലിവറേജ്ഡ് ബയോട്ടിൻ്റെ അഡ്വാൻറ്റേജസ് ഞാൻ എന്തായാലും നോക്കാൻ പറഞ്ഞതാണ്, ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ അത് 3 പാർട്ടിലും സെയിം ക്വസ്റ്റ്യൻ വന്നു. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അതും ഈസിയാണ്. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു പാർട്ട് സിയും ആണ്. പാർട്ട് സി കുറച്ചും കൂടി എളുപ്പമാണ് പാർട്ട് എ ആണെങ്കിലും. പാർട്ട് ബിയിലാണ് ചില കുട്ടികൾക്ക് ചിലൊരു കൺഫ്യൂഷൻ. എന്നാലും ഒരു മീഡിയം ഒരു ടൈപ്പ് എക്സാമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഉള്ളത്. എന്നാലും പ്രോബ്ലം ഒക്കെ നന്നായി പഠിച്ച കുട്ടികൾക്ക് നല്ലോണം എളുപ്പമായിട്ടുണ്ടെന്നുള്ള ഒരു ഫീഡ്ബാക്ക് തന്നെയാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഇനി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് ബിസിനസ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ഇക്കോണമി, ആ ഒരു പേപ്പറും കൂടി മാത്രമാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അഡീഷണൽ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് തന്നെ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.